ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പം ഇത്രയും നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മാത്തമാറ്റിക്സ് ഇതാണ് ഏറ്റവും ടഫ് സബ്ജക്റ്റ്. അതുപോലെ ഭയങ്കര മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ക്ലാസ് ഇരിക്കുമ്പോൾ ഒരു മാജിക് വേൾഡിൽ ഇരിക്കുന്ന പോലെയാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴത്തേനും അവിടെ ഒരു മജീഷ്യൻ നിന്ന് മാജിക് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഇത്ര നാൾ ക്ലാസ്സിൽ. വേറെ ഒരു സബ്ജക്റ്റും എനിക്ക് അത്രയും പറ്റില്ലെങ്കിലും മാത്തമാറ്റിക്സ് ഞാൻ അതുപോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ വന്ന് ധ്യാനത്തിൽ വലിയ ഇഷ്ടമൊന്നുമില്ലാതെയാണ് വന്നത്. പക്ഷെ എന്നാലും ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു വലിയ സത്യം മനസ്സിലായത്, ഞാൻ ഇത്രയും നാളും ഏറ്റവും ടഫാണ്, ഏറ്റവും ഭയങ്കര മാജിക്കായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചിരുന്ന മാത്തമാറ്റിക്സിനേക്കാളും ഒത്തിരി 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 ഗ്രേറ്റ് ആയിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ജ്ഞാനെന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നും ഒക്കെ മനസ്സിലായി. അപ്പം ഞാൻ ഒത്തിരി അഹങ്കാരത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്ക്, ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും തന്നെ പറയുന്ന ഒരു വാക്കാണ്, ഭൂഗോളത്തിൻ്റെ സ്പന്ദനമാണ് മാത്തമാറ്റിക്സ്. ആ സിനിമ ഞാനിപ്പോൾ കാണുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് അല്ല, അത് ജീസസ് ക്രൈസ്റ്റ് ആണെന്നുള്ളൊരു സത്യം അതെനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ കരുണേനെക്കുറിച്ച്, കരുണാനീതി, സ്പന്ദനം, കരുണാനീതി അതൊക്കെ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ബലി വഴി എല്ലാവരും രക്ഷ പ്രാപിച്ചെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് പിന്നെ കുമ്പസാരിക്കുന്നത്, അങ്ങനെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ അത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ ജസ്റ്റ് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വാക്യം എന്ന് പറയുന്നത്, നിങ്ങളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു തീമുള്ളൊരു വചനം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വിചാരങ്ങളൊക്കെ തെറ്റായിരുന്നു. ശരിക്കും യേശു നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചെങ്കിലും നമ്മൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു രക്ഷ പ്രാപിക്കാൻ പറ്റുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. അതുപോലെ അപ്പൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രസി അതൊക്കെ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഇത്രയും നാളും ഏറ്റവും സ്നേഹിച്ചിരുന്ന, അതായത് ഏറ്റവും വിശ്വസിച്ചിരുന്ന സംഭവം എന്താണോ അതിന് നേരെ കോൺട്രഡിക്ഷൻ ഇവിടെ കേട്ടു. അപ്പം എനിക്ക് ആദ്യം വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ എനിക്ക് പതിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി, നമ്മൾ യഥാർത്ഥമായിട്ട് നീതി എന്ന് വിശ്വസിക്കുന്ന എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് യഥാർത്ഥമായ നീതി. അതുപോലെ സ്നേഹിക്കുന്ന വാത്സല്യമുള്ള ഒരു അപ്പൻ, കറക്റ്റ് എനിക്കൊരു പിക്ചർ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, ആരാണെങ്കിലും ശിക്ഷ വേണം, അത് തെറ്റാണെങ്കിൽ ശിക്ഷ വേണം, നമ്മളത് അങ്ങനെ ഒരു ഉറച്ച നിലപാടായിരുന്നു എനിക്ക് ഇത്ര നാളുണ്ടായിരുന്നത്. പക്ഷേ ആ ക്ഷമിക്കുന്ന ഒരു നല്ല വാത്സല്യമുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു പിതാവിൻ്റെ ഒരു സ്നേഹം തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റി. അതുപോലെ ഇവിടെ വന്നപ്പോഴത്തേനും ആദ്യം മലങ്കര കുർബാന കേട്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു കർത്താവേ പോയി, ഞാൻ സീറോ മലബാറാണ്. അപ്പോൾ എനിക്ക് മലങ്കര കുർബാന എനിക്കൊന്നും മനസ്സിലാകാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം ചുമ്മാ ഒരു സിനിമ കാണുന്ന അതുപോലെയൊക്കെ തന്നെ ചുമ്മാ ഇങ്ങനെ കൂടുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ അച്ഛന്മാരൊക്കെ പറയുന്നു, ഇവിടെ ശുശ്രൂഷകർ പറയുന്നതൊക്കെ അന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ പറ്റുന്നില്ല. പിന്നെ ഞാനന്ന് വെറുതെ നിന്നു. പക്ഷെ എന്നാലും കുർബാന സ്വീകരിക്കായിരുന്നു. പിന്നെ ഈ കരുണയുടെ ക്ലാസ് കേട്ടപ്പോഴത്തേനും ബ്രദർ പറഞ്ഞത് ഈ വിശുദ്ധ കുർബാന മുഴുവൻ കരുണയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നാളെ അത് വെച്ചൊന്ന് നോക്കാം. അതുപോലെ പിന്നെ ഇന്ന് രാവിലെ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴത്തേനും നമ്മൾ ചൊല്ലുന്ന ആ പ്രാർത്ഥന ഒരു പ്രാക്ടിക്കലായിട്ട് മാറുവാണ് വിശുദ്ധ കുർബാനയിൽ. നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ രാജ്യം വരണമേ, ആ വിശുദ്ധ കുർബാന, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, ദൈവത്തിൻ്റെ കരുണയും ടോട്ടലാ വിശുദ്ധ കുർബാനയെ കൂടെ ഇന്ന് ഞാൻ ഇത്രയും നാളും എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു മലങ്കര കുർബാന, അതുപോലെ ഇത്രയും നാളും ഞാൻ കൂടിയത് വെച്ച് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ കുർബാന എന്ന് എനിക്ക് കാണാൻ പറ്റി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു.